ഹായ് ഫ്രണ്ട്സ്, ഞാൻ വൈഗ. ഏവർക്കും TS Info ചാനലിലേക്ക് സ്വാഗതം. ലോകത്തിലെ ഏറ്റവും മനോഹരമായ കാര്യങ്ങൾ ആസ്വദിക്കാൻ കണ്ണോ കൈയോ വേണ്ട, ഹൃദയം മതി എന്ന പ്രശസ്തമായ വാക്കുകൾ ആരുടേതാണെന്ന് കൂട്ടുകാർക്കറിയാമോ? നമ്മളിൽ പലരും ഒരു പഴഞ്ചൊല്ല് കേട്ടിട്ടുണ്ടാകും, കണ്ണുണ്ടെങ്കിലേ അതിൻ്റെ വില അറിയൂ. ഈ പഴഞ്ചൊല്ലിൻ്റെ ആഴത്തിലുള്ള അർത്ഥം എന്താണെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? കാഴ്ചയില്ലാത്ത ഒരവസ്ഥയെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അപ്പോൾ കേൾവി കൂടി ഇല്ലാതായാലോ? കാഴ്ചയില്ലെങ്കിൽ നമുക്ക് മറ്റുള്ളവരെ കേട്ടുകൊണ്ടെങ്കിലും ജീവിതത്തിൽ മുന്നേറാം. പക്ഷേ കാഴ്ചയും കേൾവിയും നഷ്ടപ്പെട്ടാൽ കാണാനോ കേൾക്കാനോ കഴിയാത്ത ഒരു ജീവിതത്തെക്കുറിച്ച് ഒന്ന് ചിന്തിച്ചു നോക്കൂ. ശബ്ദവും വെളിച്ചവും നഷ്ടപ്പെട്ട തൻ്റെ ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളെയും മറികടന്ന് ആയിരങ്ങൾക്ക് പ്രചോദനമായ ഒരു പെൺകുട്ടിയെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അമേരിക്കയിലെ വടക്കൻ അലബാമയിലെ ഒരു കൊച്ചു പട്ടണം ആയ ഡെസ്കാംബയിൽ 1880 ജൂൺ 27 ഹെലൻ കെല്ലറുടെ ജനനം. സൈനിക ഉദ്യോഗസ്ഥനായ ആർത്തർ എച്ച് കെല്ലറുടെയും വീട്ടമ്മയായിരുന്ന കേറ്റ് ആഡംസിൻ്റെയും മകളായ ഹെലൻ 19 മാസം വരെ വളരെ ആരോഗ്യമുള്ളൊരു കുട്ടിയായിരുന്നു. 1882 ഫെബ്രുവരിയിലാണ് മസ്തിഷ്ക ജ്വരം എന്ന മഹാമാരി അവളെ തേടിയെത്തിയത്. കുഞ്ഞ് മരിച്ചു പോകുമെന്ന് ഡോക്ടർമാർ വിധി എഴുതിയെങ്കിലും അവിടെ തുടങ്ങുകയായിരുന്നു അവളുടെ വിജയങ്ങളുടെ യാത്ര. മരണത്തെ അതിജീവിച്ച് ഹെലൻ വളർന്നു. സ്വതവി വികൃതിയായിരുന്ന അവൾ ഈ ലോകത്തെ തുടർന്ന് കൂടുതൽ ദേശീയക്കാരിയും വാശിക്കാരിയുമായി മാറി. കുട്ടിക്കാലത്ത് താൻ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തയാണെന്ന് അവൾ അറിഞ്ഞിരുന്നില്ല. മറ്റുള്ളവരുടെ സാന്നിധ്യം അവൾ ആസ്വദിച്ചിരുന്നു. അപൂർവം ചില സന്ദർഭങ്ങളിൽ മറ്റുള്ളവർക്ക് തനിക്കില്ലാത്ത എന്തോ ഒരു ശക്തിയുണ്ടെന്നറിഞ്ഞപ്പോഴെല്ലാം അവൾ അസ്വസ്ഥയായി. അമ്മയുമായും വീട്ടിലെ പാചകക്കാരുടെ മകളായ മാർത്ത വാഷിംഗ്ടൺ എന്ന സമപ്രായക്കാരി പെൺകുട്ടിയോടുമായിരുന്നു കാര്യമായ ആശയവിനിമയങ്ങൾ. വളരും തോറും അവളിൽ ആശയവിനിമയങ്ങൾക്കുള്ള ആഗ്രഹം കൂടുകയും കൂടെ അത് പ്രയാസമാണെന്ന് തിരിച്ചറിയുകയും ചെയ്തു. പലപ്പോഴും ദേഷ്യം വരുമ്പോൾ മാർത്തയെ ഉപദ്രവിക്കുകയും ചെയ്യുമായിരുന്നു. പ്രശസ്ത സാഹിത്യകാരൻ ചാൾസ് ഡിക്കൻസ് എഴുതിയ അമേരിക്കൻ നോട്ട്സ് എന്ന പുസ്തകത്തിലെ ബദിരിയായ പെൺകുട്ടികളുടെ ജീവിത വിജയത്തിൻ്റെ കഥയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് ഹെലൻ്റെ അമ്മ മകൾക്ക് നല്ല വിദ്യാഭ്യാസം നൽകാൻ തീരുമാനിച്ചു. ബദിരിയായ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിൽ പ്രത്യേകം താല്പര്യം കാണിച്ചിരുന്ന സ്കോട്ടിഷ് അമേരിക്കൻ ശാസ്ത്രജ്ഞൻ അലക്സാണ്ടർ ഗ്രഹാം ബെല്ലിന്റെ സഹായത്തോടെ അവർ ഹെലന് വേണ്ടി ഒരു ടീച്ചറെ കണ്ടെത്തുകയും ചെയ്തു. തൻ്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ദിനമായി ഹെലൻ കെല്ലർ കാണുന്നത് തൻ്റെ പ്രിയപ്പെട്ട അധ്യാപികയായ ആനി സുലവൻ തൻ്റെ വീട്ടിലെത്തിയ ദിവസമായിരുന്നു. അന്ധതയും ഭദ്രതയും ബാധിച്ച ഒരു കുട്ടിയെ അറിവിൻ്റെ വിഹായസിലേക്ക് ഉയർത്താൻ വളരെയധികം കഠിനാധ്വാനം ചെയ്യേണ്ടി വന്നിട്ടുണ്ട് ആ സ്നേഹസമ്പന്നയായ അധ്യാപികയ്ക്ക്. കൈകൊണ്ട് അക്ഷരങ്ങളും വസ്തുക്കളും തിരിച്ചറിയാൻ പഠിപ്പിക്കുന്നതോടൊപ്പം ഹെലന്റെ പെരുമാറ്റം നന്നാക്കുക എന്നൊരു കടുത്ത ജോലി കൂടി അവർ ചെയ്യേണ്ടി വന്നു. ടീച്ചർ ഒരു പാവയെ നൽകിയ ശേഷം തൻ്റെ കയ്യിൽ ഡോൾ എന്ന് എഴുതി പഠിപ്പിച്ച ആ വാക്കായിരുന്നു തൻ്റെ ജീവിതത്തിൽ ആദ്യം പഠിച്ചെടുത്ത വാക്ക് എന്ന് ഹെലൻ പറയുന്നുണ്ട്. കൈയിലൂടെ ഒഴുകുന്ന ജലത്തിൻ്റെ സ്പർശനത്തോടെ വാട്ടർ എന്ന പദം പഠിപ്പിക്കുന്ന അവിസ്മരണീയമായ നിമിഷങ്ങളെക്കുറിച്ചും ഹെലൻ തൻ്റെ ആത്മകഥയിൽ അനുസ്മരിക്കുന്നു. ഭാഷയുടെ രഹസ്യങ്ങളുടെ ചുരുളുകൾ എൻ്റെ മുന്നിൽ അഴിഞ്ഞു വീണു. വാട്ടർ എന്ന പദത്തിൻ്റെ അർത്ഥം എൻ്റെ കയ്യിൽ തണുപ്പോടെ ഒഴുകി വീണുകൊണ്ടേയിരുന്നു. അതെന്നെ നനച്ചുകൊണ്ടിരുന്നു. ഹെലൻ്റെ ഈ വാക്കുകളിൽ നിന്ന് തന്നെ ഹെലൻ്റെ ജീവിതത്തിൽ വഴിത്തിരിവായ നിമിഷങ്ങളായിരുന്നു അത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അന്ധരായ ആളുകളെ വായിക്കാനും എഴുതാനും പ്രാപ്തരാക്കുന്ന ലൂയി ബ്രെയിലി രൂപകൽപ്പന ചെയ്ത ബ്രെയിലി ലിപിയിൽ ഹെലൻ പരിശീലനം നേടുകയും ഗണിതവും ഇംഗ്ലീഷും ഫ്രഞ്ചും മറ്റു ശാസ്ത്ര വിഷയങ്ങളും എല്ലാം പഠിച്ചെടുക്കുകയും ചെയ്തു. മറ്റുള്ളവരെക്കാൾ കഠിനാധ്വാനം ചെയ്താണെന്ന് മാത്രം. 14-ാം വയസ്സിൽ ക്രേംബ്രിഡ്ജിലെ പെൺകുട്ടികൾക്കായുള്ള സ്കൂളിൽ ചേർന്നു. ആനി സുലവൻ എന്ന പ്രിയപ്പെട്ട ടീച്ചറുടെ സഹായത്തോടെ കയ്യിൽ എഴുതിയും പുസ്തകങ്ങൾ ബ്രെയിലി ലിപിയിലാക്കിയും ഹെലൻ പഠിച്ചു. 1900 ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിലെ റെഡ് ക്ലിഫ് കോളേജിലേക്ക് നടന്ന പ്രവേശന പരീക്ഷയിൽ ഉന്നത വിജയം നേടി. 24-ാം വയസ്സിൽ ബിരുദവും ലഭിച്ചു. ബിരുദം നേടുന്ന അന്ധയും ഭദ്രയുമായ ആദ്യ വ്യക്തിയായിരുന്നു ഹെലൻ കെല്ലർ. ആനി സുലിവൻ എന്ന പ്രിയപ്പെട്ട ടീച്ചറുടെ കൈ പിടിച്ച് അറിവിൻ്റെ ലോകത്തേക്ക് കടന്നു വന്നപ്പോൾ ഹെലൻ ഒരുപാട് സുഹൃത്തുക്കളെയും ലഭിച്ചിരുന്നു. സുഹൃത്തുക്കളാണ് തൻ്റെ ജീവിതകഥ ഉണ്ടാക്കിയത് എന്നും ഹെലൻ സ്നേഹപൂർവ്വം ഓർക്കുന്നുണ്ട്. പരിമിതികളോട് മല്ലടിച്ച് തൻ്റേതായ ലോകം കെട്ടിപ്പടുത്ത ഹെലൻ ഇന്നും ലോക ജനതയ്ക്ക് അത്ഭുതവും പ്രേരണവുമാണ്. നിങ്ങൾ എപ്പോഴെങ്കിലും തോറ്റെന്ന് തോന്നുമ്പോൾ ഹെലനെ വായിക്കുക. പരാജയങ്ങളെ മറികടക്കാൻ തോറ്റെന്ന് തോന്നുന്നിടത്തു നിന്ന് വീണ്ടും തുടങ്ങാൻ അത് നിങ്ങളെ സഹായിക്കും. ഹെലൻ്റെ ജീവിതത്തിലെ ഓരോ പ്രയാസങ്ങളെയും മറികടന്ന് ജീവിത വിജയത്തിലേക്ക് എത്തിയ നിമിഷങ്ങൾ ഈ പുസ്തകം വായിച്ചു തന്നെ അറിയണം. നാം എല്ലാവരും ഇന്ന് അനുഭവിക്കുന്ന സൗകര്യങ്ങളൊന്നുമില്ലാതെയാണ് ഹെലൻ തൻ്റെ ജീവിത വിജയത്തിലേക്ക് എത്തിയത്. നിങ്ങൾ ഓരോരുത്തരുടെയും ജീവിത വിജയത്തിന് ഒരു മുതൽക്കൂട്ടാകും എന്ന് ഉറപ്പുള്ള ഹെലൻ കെല്ലർ എൻ്റെ ജീവിതകഥ എന്ന ഈ പുസ്തകം നിങ്ങളെ പരിചയപ്പെടുത്തിയ സന്തോഷത്തിൽ അവസാനിപ്പിക്കുന്നു. നന്ദി.